തന്ത്രശാസ്ത്രം ശ്രുതിയാണോ എന്നുള്ളത് നോക്കാം. ഇതിനെ തന്ത്രത്തെ ശ്രുതിയായിട്ട് തന്നെയാണ് ആചാര്യന്മാർ പറയുന്നത്. ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വിധമുണ്ടെന്നും അത് വൈദികമെന്നും താന്ത്രികമെന്നും ആണ് പറയുന്നത്. ഇതിന് ആചാര്യന്മാരായിട്ട് പ്രമാണം കണ്ടെത്തുന്നത് എന്ന് പറയുന്നത് ധർമ്മസൂത്രങ്ങളിൽ വളരെ പ്രധാനമായിട്ടുള്ള ധർമ്മസൂത്രമായിട്ടുള്ള ഹാരിത ധർമ്മസൂത്രത്തെ കുല്ലുകഭട്ടൻ മനുസ്മൃതിക്ക് വ്യാഖ്യാനം എഴുതുന്ന സമയത്ത് ശ്രുതി എന്ന് പറയുന്ന ഭാഗത്തിൽ, ശ്രുതി എന്ന് പറയുന്ന വേടിലെ മനുസ്മൃതിയിൽ കുല്ലുകഭട്ടൻ്റെ വ്യാഖ്യാനത്തിൽ കുല്ലുകഭട്ടൻ അത് വ്യാഖ്യാനിക്കുന്ന സമയത്ത് ശ്രുതി പ്രമാണോ ധർമ്മ, ശ്രുതി പ്രമാണമാണ് ധർമ്മമെന്നും ശ്രുതിശ്ചു ദ്വിവിധ വൈദികി താന്ത്രികി, വൈദികമെന്നും താന്ത്രികമെന്നും ശ്രുതി രണ്ട് വിധമുണ്ടെന്നും ഈ കുല്ലുകഭട്ടൻ്റെ ഈ വ്യാഖ്യാനത്തിൽ കാണാം. എന്നാൽ ഈ ഹാരിത സംഹിതയുടെ ക്രിട്ടിക്കൽ എഡിഷൻസ് ഇന്ന് അവൈലബിൾ അല്ല. ഒരുപക്ഷെ പണ്ട് ഇവിടുത്തെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പോയതിൽ ഒന്നായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്രിട്ടിക്കൽ എഡിഷൻസ് നമുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ധർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അഗ്രഗണ്യരായിട്ടുള്ള പല ആചാര്യന്മാരും ഈ ഹാരിത സംഹിതയിൽ പറയുന്ന ഈ ഒരു വേഴ്സിനെ അങ്ങനെ എടുക്കുന്നത് കണ്ടിട്ടുമില്ല. എന്നാൽ ഒരുപാട് ആചാര്യന്മാർ എടുക്കുന്നതും കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മോണിയർ വില്യംസിൻ്റെ ഒരു പുസ്തകം 1882 കാലഘട്ടത്തിലെങ്ങാണ്ട് അത് ഇറങ്ങിയിട്ടുള്ളത്. പാശ്ചാത്യ പണ്ഡിതനായിട്ടുള്ള മോണിയർ വില്യംസിൻ്റെ സാൻസ്ക്രിറ്റ് ഇംഗ്ലീഷ് ഡിക്ഷണറി വളരെ പ്രശസ്തമാണ്, പണ്ഡിതന്മാരെല്ലാം ഉപയോഗിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പം 1883 മോണിയർ വില്യംസിൻ്റെ റിലീജിയസ് തോട്ട് ആൻഡ് ലൈഫ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൂടെയാണ് വാസ്തവത്തിൽ ഈ ഒരു ഏരിയയിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധ പോയത്. അതിനുശേഷം തന്ത്രശാസ്ത്രത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്ത, പ്രത്യേകിച്ച് വംഗതന്ത്രം എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. വംഗതന്ത്രത്തെ ബേസ് ചെയ്തിട്ട് ഒരുപാട് സംഭാവനകൾ ചെയ്ത സർ ജോൺ വുഡ്റൂഫിൻ്റെ എർത്ത് റവലോണിൻ്റെ ശക്ത ആൻഡ് ശക്തി, അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് തന്ത്ര, അതുപോലെ തന്നെ വേൾഡ് ആസ് പവർ എന്ന് പറഞ്ഞ കുറേ പുസ്തകങ്ങളുണ്ട്. താന്ത്രിക ജിജ്ഞാസുക്കളായിട്ടുള്ളവർ ഉറപ്പായിട്ടും മേടിച്ച് വാങ്ങിക്കേണ്ട പുസ്തകങ്ങളാട്ടോ. അത് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതെല്ലാം. അപ്പം ഈ പുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ അദ്ദേഹം ഈ സെയിം സാധനം തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഈ വൈദികി താന്ത്രികി ശ്രുതി ദ്വിവിധം എന്നുള്ളത്, വൈദികമെന്നും താന്ത്രികമെന്നും ശ്രുതി രണ്ട് വിധമുണ്ടെന്ന് ഇദ്ദേഹം പലയിടത്തായിട്ട് കോട്ട് ചെയ്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പം തന്ത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ അലർജി ഉള്ളവരുടെ അടുത്ത്, തന്ത്രം ഒരു ഇച്ചിരി താന്നതാണെന്ന് പറയുന്ന അലർജി ഉള്ളവരുടെ അടുത്ത് വാസ്തവത്തിൽ വ്യാസൻ്റെ പ്രമാണമാണ്. ആഗമം അഥവാ തന്ത്രം എന്ന് പറയുന്നത് വേദത്തിന് സമാനമായിട്ടുള്ള ഭാരതീയ ധർമ്മം തന്നെയാണ് എന്നുള്ളതും നമുക്ക് വ്യാസഭഗവാന്റെ ഗ്രന്ഥങ്ങളിൽ കൂടെ തന്നെ മനസ്സിലാക്കാം. പുരുഷാർത്ഥ ചതുഷ്ടയങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏതൊരു മനുഷ്യനും, പുരുഷാർത്ഥ ചതുഷ്ടയം എന്ന് പറയുന്നത് ധർമ്മ അർത്ഥ കാമം മോക്ഷം, ഈ 4 വിഷയങ്ങളുടെ ഏതൊരു മനുഷ്യനും പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടി വ്യാസഭഗവാൻ രചിച്ച മഹാഗ്രന്ഥങ്ങളാണ്, അല്ല മഹാസംഭവമാണ്, അല്ലെങ്കിൽ പുണ്യസംഭവങ്ങളാണ് പുരാണങ്ങൾ എന്ന് പറയുന്നത്. മഹാഭാഗവതമാണെങ്കിൽ ഭാഗവതം എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാൻ ഉടലാണെന്ന്, ദേവി ഭാഗവതമാണെങ്കിൽ ദേവിയുടെ ഉടലാണെന്നാണ് പറയുന്നത്. ശിവഭാഗവതം ആണെങ്കിൽ, അല്ലെങ്കിൽ ശിവപുരാണമാണെങ്കിൽ ശൈവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ, ധർമ്മത്തിലൂടെ അർത്ഥം സമ്പാദിച്ച് കാമമോക്ഷങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാക്ഷാൽ പരമശിവൻ്റെ മുഖത്തു നിന്നും വന്നതാണ് ശ്രുതി എന്നാണ് പറയുന്നത്. ആദികവി സാക്ഷാൽ ശൂലപാണീരിതി ശ്രുതി എന്നാണ് പ്രമാണം. ആദികവിയായിട്ടുള്ള സാക്ഷാൽ ശൂലപാണി മഹാദേവനിൽ നിന്നുമാണ് ഇതെല്ലാം ഉത്ഭവിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ, ഇത് പറഞ്ഞത് വ്യാസനാണ്, പറഞ്ഞത് കൊണ്ട് തന്നെ ഇനി അതിനകത്ത് താന്ത്രികർ കുറച്ച് താണതാണ് എന്നുള്ളൊരു ബോധം വേണ്ട.